നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടെങ്ങും ഓണാഘോഷ ലഹരിയിൽ. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷം. സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഓണത്തെ വരവേൽപ്പാൻ വിപുലമായ പദ്ധതികൾക്ക് തുടക്കം. ജില്ലാതല ഗ്രാമീൺ മാർക്കറ്റിന് ദേവികുളങ്ങരയിൽ തുടക്കം. മയക്കുമരുന്ന് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കുറത്തിക്കാട് എസ്. ഇതിനോടകം 4 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കനകക്കുന്ന് പോലീസ്. മാവേലിയായി ഒരുങ്ങിയെത്തിയാണ് ഉദ്യോഗസ്ഥർ വ്യത്യസ്തത പകർന്നത്. വാർത്തകൾ വിശദമായി. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ഏറെ വ്യത്യസ്തമായി. അത്തപ്പൂക്കള മത്സരം, മെഗാ തിരുവാതിര, വഞ്ചിപ്പാട്ട് മത്സരം, വിഭവസമൃദ്ധമായ ഓണസദ്യ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷം 2022 ഏറെ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചു. കേരളീയ വേഷവിധാനത്തോടെയാണ് വിദ്യാർത്ഥിനികളും അധ്യാപകരും ഓണാഘോഷം 2022 പങ്കെടുത്തത്. രാവിലെ 9-ന് അത്തപ്പൂക്കള മത്സരത്തോടെയാണ് ഓണാഘോഷത്തിന് തുടക്കമിട്ടത്. UP, HS, HSS എന്നീ വിഭാഗങ്ങളിലെ എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾ ഏറെ മനോഹരമായ രൂപത്തിലാണ് ക്ലാസ് മുറികളിൽ വർണ്ണപ്പൂക്കളം ഒരുക്കിയത്. അത്തപ്പൂക്കള മത്സരത്തിന് ശേഷം വിവിധ കലാപരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചു. ഓണപ്പാട്ട്, നാടൻപാട്ട്, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, വടംവലി മത്സരം, മിഠായി പെറുക്കൽ എന്നിവയെല്ലാം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. വഞ്ചിപ്പാട്ട് മത്സരത്തിന് ശേഷം നടന്ന +2 വിഭാഗത്തിലെ 250ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഓണാഘോഷത്തെ വേറിട്ടതാക്കി മാറ്റി. ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് കുട്ടികൾ മെഗാ തിരുവാതിര അവതരിപ്പിച്ചത്. തുടർന്ന് 750ഓളം പേർക്ക് സ്കൂളിൽ തന്നെ തയ്യാറാക്കിയ ഓണസദ്യ നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് MB രാമഭദ്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ G മുകുന്ദൻ നായർ, ഹെഡ്മിസ്ട്രസ് അനിത, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നസീർ, ഹരിലാൽ, രമ്യ, ബഷീർ എന്നിവർ ഓണാഘോഷം 2022 നേതൃത്വം നൽകി. അധ്യാപകരും അനധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. പത്തിയൂർ തുണേത്ത് ഗവൺമെന്റ് SKV LP സ്കൂളിൽ ഓണനിറവ് 2022 സംഘടിപ്പിച്ചു. അത്തപ്പൂക്കളം, ഓണപ്പാട്ടുകൾ, ഓണസദ്യ, ആദരവ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ മുഖ്യാതിഥിയായിരുന്നു. പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് SKV LP സ്കൂളിൽ ഓണനിറവ് 2022 എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് പൂക്കളം ഒരുക്കി അതിനു ചുറ്റുമിരുന്ന് ഓണവിശേഷങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഓണപ്പാട്ടുകൾ പാടി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ വിശിഷ്ട അതിഥിയായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് പത്തിയൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗ്രാമഭംഗി എന്ന വിഷയത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ
സച്ചു സജി, ശിവാനി, സൂര്യഗായത്രി എന്നിവർക്ക് ലയൺസ് ക്ലബ് പ്രതിനിധികളായ പാട്രിക് ജോസ്, സുൽഫിക്കർ മയൂരി, ബിന്ദു മംഗലശ്ശേരി എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ആഘോഷ പരിപാടികളിൽ മാവേലിയുടെ വേഷം അണിഞ്ഞ വിദ്യാർത്ഥി ശ്രദ്ധേയനായിരുന്നു. പരിപാടികളെ തുടർന്നൊരുക്കിയ ഓണസദ്യയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുകൊണ്ടു. പ്രഥമ അധ്യാപിക എസ് സുജാത, SMC ചെയർമാൻ എസ് സന്തോഷ് കുമാർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായ സുധാകരൻ പിള്ള, SMC വൈസ് ചെയർപേഴ്സൺ സന്ധ്യ, മുൻ പ്രഥമ അധ്യാപിക കെ ലത, അധ്യാപകരായ എൽ ബിന്ദു, എസ് രാജലക്ഷ്മി, എസ് ഷംനാഥ്, ഷാനില, ബിന്ദുലേഖ, സുപ്രിയ, ജി കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, പത്തിയൂർ. കൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അത്തപ്പൂക്കളം, ഓണപ്പാട്ട്, തിരുവാതിരക്കളി, ഓണസദ്യ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. പ്രഥമ അധ്യാപിക അനിത ഓണസന്ദേശം നൽകി. ജെ ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കോടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ച് അരയെണ്ണ കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം, കുഴൽ വേണം, കുരവ വേണം. വൈവിധ്യമാർന്ന ഓണക്കളികൾ, വിഭവസമൃദ്ധമായ ഓണസദ്യ, അത്തപ്പൂക്കളം എന്നിവ ഓണാഘോഷത്തെ വേറിട്ടതാക്കി മാറ്റി. മത്സരങ്ങൾ നടന്നു. ഓണക്കവിത, പുലികളി, തിരുവാതിരകളി, ഓണപ്പാട്ട്, വടംവലി എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കണ്ണെറുകൊള്ളുകില്ല, പടിഞ്ഞാറെ ചെമ്പകം പൂത്തൊഴിഞ്ഞു.
പ്രഥമാധ്യാപിക അനിത ഓണ സന്ദേശം നൽകി. കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, ഷാമില അനിമോൻ, SMC ചെയർമാൻ ഹേമന്ത് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. കൃഷ്ണപുരം ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ ഓണാഘോഷവും പാചകപ്പുര ഉദ്ഘാടനം എന്നിവ നടന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് റഷീദ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണപുരം ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ ഓണാഘോഷവും പാചകപ്പുര, പൈപ്പ് കണക്ഷൻ ഉദ്ഘാടനം എന്നിവ നടന്നു. കുട്ടികളുടെ അത്തപ്പൂക്കള മത്സരം, വടംവലി, ഓണസദ്യ, ഓണപ്പാട്ട്, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്ന സമ്മേളനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തലത്തിലുള്ള ആദ്യത്തെ ഓണാഘോഷ പരിപാടിയിലാണ് ഞങ്ങളുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഒരുപാട് സ്കൂളുകളിലുണ്ട്, അവിടെയെല്ലാം വിളിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഒന്ന് കയറി ഇറങ്ങി പോകത്തേ ഉള്ളൂ. പക്ഷെ കുറച്ച് സമയം ചെലവഴിക്കും. PTA വൈസ് പ്രസിഡന്റ് റഷീദ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് KR അജിലാൽ സ്വാഗതം രേഖപ്പെടുത്തി. വാർഡ് കൗൺസിലർ ബിനു അശോക്, പ്രസാദ്, രാജീവ് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. കായംകുളം കാപ്പിൽമേക്ക് തേവലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ബിധു രാഘവൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. SMC ചെയർപേഴ്സൺ സിത്താര അധ്യക്ഷത വഹിച്ചു. തേവലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷ ചടങ്ങുകൾ നടന്നു. കാപ്പിൽമേക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോവിഡ് മഹാമാരി കാരണം 2 വർഷത്തിന് ശേഷമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ കൗൺസിലർ ബിധു രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമെന്ന് പറഞ്ഞ മഹാബലി ചക്രവർത്തി അതിശക്തനായ ഒരു ചക്രവർത്തിയായി വളർന്നു വരുന്നത് കണ്ട് അസൂയ കൊണ്ട ദേവകൾ ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തിന്റെ ഉയർച്ച ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദേവകൾക്ക് മാത്രം അദ്ദേഹം എത്തിച്ചേരുമെന്ന് തോന്നിയിട്ട് അദ്ദേഹത്തിന് ഒരു ഗൂഢതന്ത്രം ഒരുക്കി അങ്ങനെ അദ്ദേഹം നടത്തുന്ന ഒരു യജ്ഞശാലയിലേക്ക് ബ്രാഹ്മണ വേഷധാരിയായി ഭഗവാൻ വിഷ്ണു എത്തിച്ചേരുകയും അസുരപരമായ ശുക്രാചാര്യര് അപകടം മണത്ത് മഹാരാജാവിന്റെ ഇത് വിഷ്ണുവാണ് രൂപമായി വന്നിരിക്കുകയാണ്, അങ്ങനെ അപകടത്തിലാവും എന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ ഈ ബാലൻ അവിടെ ഭിക്ഷയാചിക്കുന്നു. എന്ത് വേണമെന്ന് മഹാരാജാവ് ചോദിക്കുന്നു. എനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് പറയുന്നു. SMC ചെയർപേഴ്സൺ സിത്താര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ HM മിനി PT, അധ്യാപകരും SMC അംഗങ്ങളുമായ സോണി VS, മനോജ്, സജികുമാർ, ലതാകുമാരി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഷീല ജോസഫ്, ഡാനിയൽ മാത്യു, സരിത രാജൻ, രമ്യ, ഐശ്വര്യ, താഹിറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. CD നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. കായംകുളം കാക്കനാട് ഹോളി മേരി സെന്റർ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. കായംകുളം DYSP അലക്സ് ബേബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കായംകുളം കാക്കനാട് ഹോളി മേരി സെന്റർ സ്കൂളിലെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കായംകുളം DYSP അലക്സ് ബേബി നിർവഹിച്ചു. ഹോളി മേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഞാനിന്നിവിടെ നിർവഹിച്ചത്. 900ഓളം കുട്ടികൾ പഠിക്കുന്ന വളരെ നല്ല ഒരു വിദ്യാലയമാണിത്. ഇവിടുത്തെ ഈ വർഷത്തെ ഓണാഘോഷം, കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷം വളരെ ഗ്രാൻഡായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എന്നെ ഇവിടുത്തെ PTA പ്രസിഡൻ്റായ ശ്രീ പാലമുറ്റത്ത് വിജയകുമാർ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് വന്ന് ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും മദ്യം, മറ്റ് മയക്കുമരുന്നുകൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ളതാണ്. അതൊക്കെ ഒഴിവാക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. PTA പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി അതിഗംഭീരമായി ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കായംകുളം DYSP ശ്രീ അലക്സ് ബേബി അവർ ഭദ്രദീപ കൊളുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് മഹാമാരി മൂലം ഇത്തരം കാര്യങ്ങൾ സ്കൂളിൽ നടന്നിരുന്നില്ല. അതുകൊണ്ട് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഒരു ഓണാഘോഷ പരിപാടി എന്ന നിലയിൽ ഇവിടുത്തെ കുട്ടികൾ അതിയായ ആഹ്ലാദത്തിലാണ്. അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും എല്ലാവരും ചേർന്നുകൊണ്ട് അത്തപ്പൂക്കളവും അതേപോലെ തന്നെ മാവേലി വേഷവും നിരവധി ടാബ്ലോകളും അതേപോലെ കലാപരിപാടികളും അതിനുശേഷം കായികമായ പരിപാടികളടക്കം ഇന്ന് അതിഗംഭീരമായി ഈ സ്കൂളിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അനിൽകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു.
CDNet ന്യൂസ് കായംകുളം. കായംകുളംകാരൻ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണത്തിര 2022 ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവാതിരക്കളി, ഓണസദ്യ, ആദരവ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. കായംകുളംകാരൻ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയഴീക്കൽ ബീച്ചിൽ ഓണത്തിര ഓണാഘോഷം 2022 സംഘടിപ്പിച്ചു. തോട്ടപ്പള്ളി കോസ്റ്റൽ SI A മണിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാധാകൃഷ്ണൻ സമുദ്ര അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ഓണക്കോടി വിതരണം കടൽ മച്ചാൻ വിഷ്ണുവും മാതാവ് സന്ധ്യാമയും ചേർന്ന് വിതരണം ചെയ്തു. തുടർന്ന് ഓണസദ്യ, കലാപരിപാടികൾ, തിരുവാതിരകളി എന്നിവ നടന്നു. CDNet ന്യൂസ് ആറാട്ടുപുഴ. സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ക്ലുപ്ത നമ്പർ 2730ന്റെയും നേതൃത്വത്തിൽ ബാങ്ക് അങ്കണത്തിൽ സഹകരണ ഗ്രാമീൺ മാർക്കറ്റ് ആരംഭിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ S. ജോസി ഉദ്ഘാടനം നിർവഹിച്ചു. S. പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പും പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ക്ലുപ്തം നമ്പർ 2730ന്റെയും ആഭിമുഖ്യത്തിൽ സഹകരണ ഗ്രാമീൺ മാർക്കറ്റ് ആരംഭിച്ചു. ബാങ്ക് അങ്കണത്തിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പച്ചക്കറികൾ, നാടൻ ഇനങ്ങൾ, ഇടവിള കൃഷി വിഭവങ്ങൾ എന്നിവ ഗ്രാമീൺ മാർക്കറ്റിൽ ലഭിക്കും. ആലപ്പുഴ ജില്ലയ്ക്കായി അനുവദിച്ച ഗ്രാമീൺ മാർക്കറ്റാണ് ബാങ്ക് അങ്കണത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ S. ജോസി ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ ഗ്രാമീൺ മാർക്കറ്റ് എന്താണ് അതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള കേരളത്തിലെ സർക്കാർ സഹകരണ മേഖലയിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. സഹകരണ സംഘം, സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് കോപ്പ് മാർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് കേരളത്തിലെ 14 ജില്ലയിലും കോപ്പ് മാർട്ട് ഉദ്ഘാടനം ചെയ്തത്. എന്താണ് കോപ്പ് മാർട്ട്? ഇവിടെയുണ്ട്, പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ കോപ്പ് മാർട്ട് ഉണ്ട്. എന്താണ് കോപ്പ് മാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ, അത് സഹകരണ വകുപ്പിന്റെ കീഴിലുള്ളതായാലും മറ്റ് ഖാദി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുണ്ടായാലും സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. ആ 11 അനുവദിക്കുമ്പോൾ 14 ജില്ലകളാണുള്ളത്. ആ 11 അനുവദിച്ചപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് ആലപ്പുഴ ജില്ലക്ക് കിട്ടി. ആലപ്പുഴ ജില്ലക്ക് കിട്ടിയത് ദേവികുളങ്ങരയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ കിട്ടാൻ വളരെ സഹായിച്ചത് നമ്മുടെ ജോയിന്റ് രജിസ്ട്രാർ ജോസ് സാറാണ്. എപ്പോഴും നമ്മുടെ ബാങ്കിനോട് വലിയ അനുകൂലമായിട്ടുള്ള സമീപനം എടുക്കുന്ന സാറാണ്. അതുകൂടാതെ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റിന്റെ ഒരു നല്ല ഇടപെടൽ, ഗവൺമെന്റ് തന്നെ ഒരു ഇടപെടലും ഒക്കെ നടത്തി നമുക്ക് ഇങ്ങനൊരു ബാങ്ക് കിട്ടിയതിൽ വലിയ അഭിമാനം പഞ്ചായത്തിനുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ശ്രീകുമാർ സ്വാഗതം രേഖപ്പെടുത്തി. കായംകുളം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ റെജീന ജേക്കബ് ആദ്യ വിൽപ്പന നടത്തി. കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ S. നസീം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനി കുരുമ്പോലിൽ, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ G. ബാബുരാജ്, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ C. ഷാജി, K. ഗോപിനാഥൻ, T. യേശുദാസ്, S. രാജേന്ദ്രൻ, B. സുരേഷ്, H. സ്റ്റാലിൻ, ലീന രാജു, നാജിദ J. V. വിദ്യ, R. ലൗലി എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം P. കരുണാകരൻ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ് ദേവികുളങ്ങര. ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ആരംഭിച്ചു. ബാങ്ക് അങ്കണത്തിൽ പ്രവർത്തിക്കുന്ന എക്കോ ഷോപ്പിലാണ് വിൽപ്പന. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദീപ ഉദ്ഘാടനം നിർവഹിച്ചു.
ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ ഭരണിക്കാവ് കൃഷിഭവന്റെ ചുമതലയിൽ നടത്തുന്ന എക്കോ ഷോപ്പിലെ നാടൻ പച്ചക്കറി വിൽപ്പനയുടെ ഉദ്ഘാടനം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ നിർവഹിച്ചു. കുടുംബശ്രീ സംരംഭകർക്കുള്ള ലോണ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള നൂതനങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൃഷി ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാം ചെയ്യുന്നു. അപ്പം ഇതുപോലെയുള്ള എക്കോ ഷോപ്പ് ഉദ്ദേശിക്കുമ്പോൾ നാടൻ പച്ചക്കറികളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവരും പണ്ട് നമുക്കറിയാം, നാടൻ പച്ചക്കറികൾ വാങ്ങുമ്പോൾ വില കൂടുതലാണെങ്കിൽ ആൾക്കാർ ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇന്ന് വില എത്രയാണെന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജൈവ പച്ചക്കറികൾ ധാരാളം ആളുകൾ വരികയും അത് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം നമുക്ക് അതിനകത്തുള്ള ഒരു വിശ്വാസത വളരെയധികം നമ്മുടെ മനുഷ്യരുടെയും ഉണ്ട്. കൃഷി ഓഫീസ് പൂജ മാഡം അതിന് വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാം, ഞങ്ങൾ കൃഷിയുടെ ഭാഗമായിട്ട് വാർഡ് തലത്തിൽ ഗ്രൂപ്പുകൾ സജ്ജീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ സ്കൂളുകളിലും അതുപോലെ തന്നെ വാർഡ് തലത്തിലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കാർഷിക മേഖലയൊക്കെ തന്നെ വളരെയധികം മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്രകാരം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഇവിടെ വാങ്ങുന്നതിന് വേണ്ടിയും അതിന് അവർക്ക് വളരെ നഷ്ടം വരാതെ തന്നെ അവരുടെ ആ മനസ്സിലെ നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്ക് നടത്തുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ വളരെയധികം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഓണം ഇവിടെ നടത്തിയിട്ട് ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഭരണിക്കാവ് കൃഷി ഓഫീസർ പൂജ വി നായർക്ക് നൽകി നിർവഹിച്ചു. ആ കൂടെ തന്നെ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഭരണി ബ്രാൻഡിലാണ് നമ്മളുടെ ഉൽപ്പന്നം. ഭരണി ബ്രാൻഡ് ഓണക്കിറ്റ് തയ്യാറാക്കി കൊടുക്കണം. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. 1500 രൂപ വിലയുള്ള നല്ല സാധനങ്ങൾ 1000 രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഭരണി ഓണക്കിറ്റ്. അതാണ് ഒന്നാമത്തെ സ്ഥാനം. രണ്ടാമത്തേത് കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടു കൂടിയുള്ള സർക്കാർ സബ്സിഡിയോട് കൂടിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കാർഡുമായിട്ട് വരുന്നവർക്ക് നൽകുന്ന നീതി സ്റ്റോർ. ബാങ്ക് ഭരണസമിതി അംഗം ബി വിശ്വനാഥൻ സ്വാഗതം ആശംസിച്ചു. ബാങ്ക് സെക്രട്ടറി കെ എസ് ജയപ്രകാശ്, ഭരണസമിതി അംഗങ്ങളായ കെ ബിനു, എം കെ നാരായണൻ, എം റഹിയാനത്ത്, നിർമ്മല രാജൻ, ജസ്റ്റീഫൻ, സുനിത ഭാസ്കർ, കെ എൻ സോമൻ എന്നിവർ സംബന്ധിച്ചു. ബാങ്ക് അംഗം എം ബി കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. ഭരണിക്കാവിലെ സമീപ പ്രദേശങ്ങളിലും കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാടൻ സാധനങ്ങളുമാണ് ഈ എക്കോ ഷോപ്പിലൂടെ ജനങ്ങൾക്കായി വിതരണം നടത്തുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് പറഞ്ഞു. സീഡിനെറ്റ് ന്യൂസ്, കറ്റാനം. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽക്കടവ് ഭാഗത്ത് കടലേറ്റത്തിൽ പ്രധാന റോഡിന്റെ ഭാഗങ്ങളും ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങളും തകർന്നു. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്ന് തീരവാസികൾ പറഞ്ഞു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽക്കടവ് ഭാഗത്ത് കടലാക്രമണത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച തീരദേശ റോഡിനും ട്രാഫിക് സിഗ്നലുകളും തകർന്നു. ടവർ സ്ഥിതി ചെയ്യുന്നതിന് വടക്ക് ഭാഗത്താണ് റോഡിലേക്ക് കടൽ ശക്തിയായി അടിച്ചു കയറുന്നത് മൂലം റോഡ് തകരുന്നത്. ഈ ഭാഗത്ത് അതിരൂക്ഷമായ തിരമാലകളാണ് തീരത്തേക്ക് അടിച്ചു കയറുന്നത്. വീടുകൾക്കും തീരത്തോട് ചേർന്ന കടകൾക്കും തിരമാലകൾ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. തിരമാലയ്ക്കൊപ്പം കടൽ മണ്ണും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് വീഴുന്നത് ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു. എത്രയും വേഗം ഭരണാധികാരികൾ ഈ ഭാഗത്തെ കടലാക്രമണം തടയുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് തീരദേശവാസികൾ. സീഡിനെറ്റ് ന്യൂസ്, ആറാട്ടുപുഴ. വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെയിരുന്ന കായംകുളം നഗരസഭയിലെ 28-ാം വാർഡിലെ എരിവച്ചിടത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി. വാർഡ് കൌൺസിലർ ബിധു രാഘവന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി മാലിന്യം നിറഞ്ഞ വെള്ളക്കെട്ട് മൂലം യാത്ര ചെയ്യുവാൻ കഴിയാതിരുന്ന കായംകുളം നഗരസഭ മേനാത്തേരിൽ 28-ാം വാർഡിലെ എരിവിച്ചിടത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റി. വാർഡ് കൌൺസിലർ ബിധു രാഘവന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഉയർത്തിപ്പണിതും ഓടയും കവറിംഗ് സ്ലാബും കലുങ്കും നിർമ്മിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത്. വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ നിവാസികളുടെ ഒരു ആവശ്യമായിരുന്നു ഈ വെള്ളക്കെട്ട് മാറ്റി സഞ്ചാരയോഗ്യമാക്കണമെന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വാർഡിലേക്ക് അനുഭവിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിന്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. മാലിന്യം ഉൾപ്പെടെ വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെല്ലാം മാറ്റം വന്ന് അവിടെ കിടക്കുന്ന വെള്ളമെല്ലാം ഇപ്പൊ സുഗമമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. വാർഡ് കൌൺസിലർ ബിധു രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ റോഡ് ഈ ഒരു ഇവിടെ വെള്ളക്കെട്ടോടുകൂടി കിടന്നായിരുന്നു. 2021-22 പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ച ഫണ്ടാണ് അത് റോഡ് പണി പൂർത്തീകരിച്ചത്. തീർച്ചയായിട്ടും
അപ്പം നമുക്ക് നോക്കിയപ്പോൾ തന്നെ ഒരു മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. കാരണം വെള്ളക്കെട്ട് ഒഴിവാകുമെന്നുള്ളൊരു പൂർണ്ണമായിട്ടും നമുക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വീണ്ടും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. വേറെ ഏതിനൊക്കെ റോഡിനാണ്, എവിടെ ആയിക്കോട്ടെ. അപ്പം നമുക്ക് പിന്നെ ഈ റോഡ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുൽഫിക്കർ, പ്രതിപക്ഷ നേതാവ് CS ഭാഷ, വാർഡ് വികസന സമിതി അംഗങ്ങളായ ഭാസുരൻ, വിൻസോമൻ, ചന്ദ്രബാബു, കരുണാകരൻ, ബിന്ദു, K ലതിക, ഉഷ, പ്രശാന്ത്, രാജപ്പൻ ചെട്ടിയാർ, രാഖി, ശങ്കർ, ജയശ്രീ, സീമ, രമ, സുധ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. മയക്കുമരുന്ന് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കുറുത്തിക്കാട് SI സുനുമോൻ പറഞ്ഞു. പ്രധാന പ്രതിയടക്കം 4 പേരെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്തതായും SI പറഞ്ഞു. ലഹരിമരുന്ന് കേസിലെ മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് കുറുത്തിക്കാട് SI സുനുമോൻ പറഞ്ഞു. ഇന്നലെ കോഴിക്കോട് പേരാമ്പ്ര എന്ന സ്ഥലത്ത് വെച്ച് രാത്രി 9:30 മണിയോടെ കാസർഗോഡ് സ്വദേശിയായ ജാഫർ എന്ന് പറയുന്ന പുറത്തുകാടുള്ള ഒരു MDMA കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ കേരളത്തിലെ വ്യാപകമായി യുവാക്കൾക്ക് MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഡയറക്റ്റായിട്ട് വിൽപ്പന നടത്തുന്നയാളാണ്. മെയിനായിട്ടുള്ള ഒരു ഡീലറാണ്. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറുത്തിക്കാട് ഭരണിക്കാവിൽ നിന്ന് ഒരു 5.25 ഗ്രാം MDMAയും കഞ്ചാവുമായിട്ട് വിവേക് എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്രോതസ് കണ്ടെത്തുന്നതിനായിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒരു ശ്രീജിത്ത്, അതേപോലെ ഐസക് ബോബൻ എന്നീ 2 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തി. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചു, കോൾ ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ നിന്നും ഇവർക്ക് ഈ MDMA എത്തിച്ചു നൽകുന്നത് ബാംഗ്ലൂർ സെറ്റിൽഡായിട്ടുള്ള കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജാഫർ എന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ ജാഫറിനെ പറ്റി നമ്മൾ അന്വേഷണം നടത്തി. ബാംഗ്ലൂർ ഇയാളെ നമ്മൾ കണ്ടെത്തി. കഴിഞ്ഞ 24-ാം തീയതി ഞങ്ങൾ ഒരു ടീം ബാംഗ്ലൂർ പോവുകയും ബാംഗ്ലൂർ വെച്ച് ഇയാളെ കണ്ടെത്തുകയും ഇയാളൊരു കാറിൽ വെച്ച് നമ്മൾ പിടിക്കാൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയം ഇയാൾ ഒരു പിസ്റ്റൾ ഞങ്ങൾക്ക് നേരത്തെ ചൂണ്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് അവിടെ ഒരു HSR ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് സ്വദേശിയായ പ്രധാന പ്രതിയെ കുറുത്തിക്കാട് പോലീസിന്റെയും നാർക്കോട്ടിക് സെല്ലിന്റെയും നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 4 ആയിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടി വീണ്ടും തുടരുമെന്ന് SI സുനുമോൻ അറിയിച്ചു. CDNet ന്യൂസ്, കുറുത്തിക്കാട്. ലഹരിക്കടത്ത് കേസിലെ പ്രധാന പ്രതിയെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കുറുത്തിക്കാട് SIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി ജാഫറിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വ്യാപാര കേസിലെ പ്രധാന പ്രതിയെ കുറുത്തിക്കാട് പോലീസും നാർക്കോട്ടിക് സെൽ അധികാരികളും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതികൾക്ക് ലഹരി സാധനങ്ങൾ നൽകുന്നത്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്നതും കാസർഗോഡ് ജില്ലയിലെ കീത്താൻ വില്ലേജിൽ ബേക്കൽ ഫോർട്ട് തെക്കുംപുറം വീട്ടിൽ മുഹമ്മദ് മകൻ ജാഫർ ആണെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുറുത്തിക്കാട് SI സംഘവും ബാംഗ്ലൂരിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ജാഫർ കോഴിക്കോട് കുറ്റ്യാടിയിലെത്തിയ വിവരമറിഞ്ഞ കുറുത്തിക്കാട് SI ടീമും അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. CDNet ന്യൂസ്, കുറുത്തിക്കാട്. CPM നേതാവായിരുന്ന MA അലിയാർക്ക് പത്തിയൂരിൽ നിർമ്മിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെയും P ശ്രീധരൻ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫണ്ട് ശേഖരണം ആരംഭിച്ചു. KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. പത്തിയൂരിൽ MA അലിയാരുടെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നു. CPM പത്തിയൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, MA അലിയാർ ഭവന്റെയും P ശ്രീധരൻ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം ആരംഭിച്ചു. CPM പത്തിയൂർ പുളിയറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഫണ്ട് ശേഖരണം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. ദീപ മോഹൻ 25,000 രൂപ സംരംഭത്തിന് നൽകുന്നതിന് MA അലിയാരുടെ പേരിലാണ് ആ ഭവൻ നമ്മൾ നിർമ്മിക്കുന്നത്. P ശ്രീധരൻ സഖാവിൻ്റെ പേരിലുള്ള ഓഡിറ്റോറിയമുണ്ട്. 35 ലക്ഷത്തോളം രൂപ നമ്മൾ
ശേഖരിക്കേണ്ട വളരെ ബൃഹത്തായ ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ അപ്പു സാറിൻ്റെ സ്മരണകൾ കൂടി നിലനിൽക്കുന്ന ഈ അവസരത്തിൽ ഈ തുക ഒരു ചെറിയ തുകയല്ല, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലയിൽ ഒരു വലിയ തുകയാണ്. ആ തുക ഈ മഹത്തായ സംരംഭത്തിന് ടീച്ചർ നൽകുന്നതായി അറിയിച്ചു. നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി അത് ഏറ്റുവാങ്ങുകയാണ്. CPM നേതാവും അധ്യാപകനുമായിരുന്ന N. മോഹനൻകുമാറിന്റെ ഭാര്യ ദീപയിൽ നിന്നും MALR ഭവന നിർമ്മാണ ഫണ്ട് 25,000 രൂപയും അഡ്വക്കേറ്റ് KH ബാബുജാൻ ഏറ്റുവാങ്ങി. പത്തിയൂർ പുളിയറ SKV സ്കൂളിലെ മാനേജർ മായ മധുവിൽ നിന്നും 25,000 രൂപയുടെ ചെക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഏറ്റുവാങ്ങി. പുളിയറ ബ്രാഞ്ച് സെക്രട്ടറി പച്ചക്കുളത്ത് മുരളി, സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളായ മനു പുളിയറ, മഞ്ജു പുളിയറ, മോനു പുളിയറ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി അംഗം V. പ്രഭാകരൻ, പത്തിയൂർ ലോക്കൽ സെക്രട്ടറി S. ഗോപിനാഥപിള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ, മുരളി പച്ചക്കുളത്ത്, G. ഹരികുമാർ, ശിശുപാലൻ, ബാബു, ജോണി, ആശാ രാജീവ്, ബാബുക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു. 35 ലക്ഷത്തോളം രൂപ നിർമ്മാണത്തിനായി ചെലവ് പ്രതീക്ഷിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസും സ്മാരകത്തിന്റെയും ആദ്യഘട്ട ഫണ്ട് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് കൈമാറുമെന്ന് അഡ്വക്കേറ്റ് KH ബാബുജാൻ പറഞ്ഞു. പത്തിയൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസും ഓഡിറ്റോറിയവും കൂടിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. CDNet ന്യൂസ്, പത്തിയൂർ. പുതിയവിള കൊപ്പാറയത്ത് സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ വേദിയുമായി. കനാകുന്ന് പോലീസിന്റെയും ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിലാണ് മാവേലിയായി എത്തി ബോധവൽക്കരണം നടത്തിയത്. പുതിയവിള കൊപ്പാറത്ത് സ്കൂളിൽ ഓണാഘോഷം വ്യത്യസ്തമായ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളാണ് നടത്തിയത്. അത്തപ്പൂക്കള മത്സരം, ഓണപ്പാട്ടുകൾ, കസരകളി, കലാപരിപാടികൾ, തിരുവാതിരകളി എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. ആഘോഷത്തിന് മാറ്റുകൂട്ടി ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി പോലീസ് സംഘം മാവേലിയുടെ വേഷഭൂഷാദികളോടെ എത്തിയത് കൗതുകകരമായി. എല്ലാ പ്രിയങ്കരായ കുഞ്ഞുങ്ങൾക്കും ബഹുമാനപ്പെട്ട അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കലാകുന്ന് ജനമൈത്രി പോലീസിന്റെ കൃത്യമായ ഓണാശംസകൾ. ഈ ഓണം നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിന് തുടക്കം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ കാണാൻ പോലീസ് മാമന്മാർക്കൊപ്പം മാവേലി മാമൻ എത്തിയിരിക്കുകയാണ്. കനകക്കുന്ന് പോലീസ്, ജനമൈത്രി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ SI V. ജയകുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി മാവേലി വേഷത്തിൽ പോലീസ് സംഘം സ്കൂളിൽ എത്തിയത്. ഓണസദ്യയോടുകൂടി ആഘോഷങ്ങൾ സമാപിച്ചു. PTA പ്രസിഡന്റ് S. സലീംലാൽ, ഹെഡ്മിസ്ട്രസ് R. ദീപ എന്നിവർ നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ദീപ പുഷ്പൻ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, പുല്ലൂളങ്ങര. ഓച്ചിറ തെക്ക് കൊച്ചുമുറി വിശ്വബ്രഹ്മ ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമി മഹോത്സവവും സന്ദേശ വിളംബര ഘോഷയാത്ര സമാപനവും നടന്നു. ചടങ്ങുകൾക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് ഉപേന്ദ്രനാഥൻ ആചാരി, സെക്രട്ടറി S. ഗോപാലകൃഷ്ണൻ പ്രയാർ എന്നിവർ നേതൃത്വം നൽകി. ഓച്ചിറ തെക്ക് കൊച്ചുമുറി വിശ്വബ്രഹ്മക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമി മഹോത്സവവും സന്ദേശ വിളംബര ഘോഷയാത്ര സമാപനവും നടന്നു. രാവിലെ 5:30 നടതുറപ്പ്, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, നിത്യപൂജ, തുടർന്ന് തിടപ്പള്ളിയുടെ ശിലാസ്ഥാപനവും നടന്നു. വൈകിട്ട് 7 ദീപാരാധന നടന്നു. തുടർന്ന് സന്ദേശ വിളംബര ഘോഷയാത്ര സമാപനവും നടന്നു. ചടങ്ങുകൾക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് ഉപേന്ദ്രനാഥൻ ആചാരി, ട്രസ്റ്റ് ട്രഷറർ രാധാകൃഷ്ണൻ, ട്രസ്റ്റ് സെക്രട്ടറി S. ഗോപാലകൃഷ്ണൻ പ്രയാർ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കൃഷ്ണപുരം.
മാവേലിക്കര നഗരസഭയുടെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ പോഷക അഭിയാൻ പദ്ധതി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ കെ.വി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ പോഷക അഭിയാൻ യോഗം മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ.വി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തി അജയൻ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിൽവദാസ്, ICDS സൂപ്പർവൈസർ, അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആവശ്യങ്ങൾ ഈ പോഷകാഹാരങ്ങളൊന്നും അവർ കഴിക്കത്തില്ല. അവർക്ക് ഇതുകൊണ്ടൊക്കെ കഴിക്കുന്നതൊക്കെ തോന്നുന്നില്ല. മറ്റുള്ളവരൊക്കെ ഇത് കഴിക്കുമായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള ആഹാരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് മറ്റെടുത്ത ചിക്കൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ. പക്ഷെ അവരൊക്കെ ഇത് കഴിപ്പിച്ചെങ്കിൽ മാത്രമേ ഇന്ന് ഈ ചെറുപ്പകാലത്ത്. CDNet ന്യൂസ് മാവേലിക്കര. പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിൽ 10ാമത് ഭാഗവത സപ്താഹ യജ്ഞവും ഗണേശോത്സവവും നടന്നു. പ്രത്യക്ഷ ഗണപതി ഹോമം, വിദ്യാവരദ പുരസ്കാരദാനം, 1008 നാളികേര ഏറ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവി ക്ഷേത്രത്തിൽ 10ാമത് ഭാഗവത സപ്താഹയജ്ഞവും ഗണേശോത്സവവും സംഘടിപ്പിച്ചു. വിനായക ചതുർത്ഥി ദിനത്തിൽ സ്ത്രീകൾ നടത്തിയ പ്രത്യക്ഷ മഹാഗണപതി ഹോമം ജ്യോതിഷ പണ്ഡിത ഡോക്ടർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ ദീപപ്രകാശനം ചെയ്തു. 108 ഹോമകുണ്ടങ്ങളിൽ 108 സ്ത്രീകൾ ഗണപതി ഹോമം നടത്തി. ബാഹ്യ അഭ്യന്തരശുചി. ഓം നമ. ആ ജലം നമ്മുടെ ആ പൂക്കളിലും നമ്മുടെ ശരീരത്തിലൊക്കെ തളിച്ചിട്ട് ഒരു തുള്ളി നാവിലേക്ക് ഇറ്റിക്കണം. നാവിൽ കയ്യൊന്നും. ചടങ്ങുകൾക്ക് ഭാഗവത ശ്രീമാൻ KD രാമകൃഷ്ണൻ, ട്രസ്റ്റ് ചെയർമാൻ സജീവൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകി. അതിനുശേഷം വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ 40-ൽ പരം വിദ്യാർത്ഥികളെ വിദ്യാവരദ പുരസ്കാരവും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. സജീവൻ ശാന്തി അധ്യക്ഷനായ ചടങ്ങിൽ തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SI മണിലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയപുത്രനായിരിക്കുന്ന ഗണേശ്വരന് നിവേദ്യാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തൻ്റെ പ്രിയപുത്രനോട് കാണിക്കുന്ന അതേ സ്നേഹ വാത്സല്യത്തോടെ ചെയ്യുന്ന ഒരു കർമ്മം തന്നെയാണ് ഈ പറഞ്ഞ പ്രത്യക്ഷ മഹാഗണപതി ഹോമം എന്ന തരത്തിൽ സ്ത്രീകൾ അമ്മമാർ നടത്തിയ ഗണപതി ഹോമം. ഇത് തികച്ചും വൈദികമാണ്. അതിലുപരി ഹൈന്ദവ സംസ്കാരത്തിൽ, ഭാരത സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പുരാതനമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അപ്പോൾ ഈ ചടങ്ങിന് ഇവിടെ പാത്രീഭൂതരായിരുന്ന എല്ലാ അമ്മമാരും സുഹൃത്തുക്കളാണ്. വീണ്ടും ലക്ഷ്മീനായക ക്ഷേത്രത്തിൽ ഒട്ടനവധി കർമ്മങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നതാണ്. ഇതിനുശേഷം നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ പ്രദേശത്തിലെ വിദ്യാഭ്യാസ ഉയർന്ന നിലവാരം പുലർത്തിയ കുട്ടികൾക്ക് വിദ്യാവരദ പുരസ്കാരം നൽകി ആദരിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഏതാണ്ട് 4 മണിയോടുകൂടി ഗണേശ വിഗ്രഹങ്ങൾ, ഏതാണ്ട് 151-ൽ പരം ഗണേശ വിഗ്രഹങ്ങളെ പെരുമ്പള്ളി കടൽ തീരത്ത് നമ്മൾ ഇവിടെ കടലിൽ നിമഞ്ജനം ചെയ്യുകയാണ്. അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടി 1008 നാളികേരമേറ് എന്നൊരു ചടങ്ങ് ഈ ഗണപതി ക്ഷേത്രത്തിനിടയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ദർശിക്കുവാനും ഇതൊക്കെ കാണുവാനും കഴിയുക എന്നുള്ളതൊരു മഹാപുണ്യമാണ്. അത്യധികം ഭക്തി നിർഭരവും അതിലുപരി സാന്നിധ്യമേറുന്നതായിരുന്ന ഈ ചടങ്ങിൽ പങ്കാളികളാകുന്ന എല്ലാവരും സുഹൃത്തുക്കളാണ്. അതിലൊരു ഭാഗ്യവതി. അപ്പക്കാട്ടിൽ രാഘവനാശാൻ, അശോകൻ പെരുമ്പള്ളി, ബിനു പറത്തറയിൽ, ഡോക്ടർ ബിനീഷ് ബാഹുലയൻ, വിഷ്ണു പൊന്നൻ എന്നിവർ സംസാരിച്ചു. ദേവിപ്രിയ സ്വാഗതവും ഷേർലി നന്ദിയും പറഞ്ഞു. അതിനുശേഷം 4 മണിക്ക് ഗണേശ വിഗ്രഹങ്ങൾ പെരുമ്പള്ളി കടവിൽ നിമഞ്ജനം ചെയ്തു. വൈകിട്ട് 7 മണിക്ക് 1008 നാളികേരം ഏറ് എന്ന ചടങ്ങും നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CDNet ന്യൂസ് ആറാട്ടുപുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. നാടെങ്ങും ഓണാഘോഷ ലഹരിയിൽ. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷം. സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഓണത്തെ വരവേൽപ്പാൻ വിപുലമായ പദ്ധതികൾക്ക് തുടക്കം.
ജില്ലാതല ഗ്രാമീൺ മാർക്കറ്റിന് ദേവികുളങ്ങരയിൽ തുടക്കം. മയക്കുമരുന്ന് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കുറത്തിക്കാട് എസ്.ഐ. ഇതിനോടകം 4 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കനകക്കുന്ന് പോലീസ്. മാവേലിയായി ഒരുങ്ങിയെത്തിയാണ് ഉദ്യോഗസ്ഥർ വ്യത്യസ്തത പകർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.